ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മക്കളൊക്കെ എക്സാം ആയതുകൊണ്ട് രാവിലെ 5 മണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ എന്ന് ആദ്യം തീരുമാനിച്ചു. പക്ഷേ മഴയൊക്കെ പെയ്യുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് കരുതി കിച്ചണിലേക്ക് പോയി. നമ്മൾ ഉമ്മമാരങ്ങനെയാണല്ലേ, ഹസ്ബൻഡും മക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്കായിട്ടൊന്നും ഉണ്ടാക്കില്ല, ഒന്ന് മടിച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് വേണ്ടി മാത്രം ഒരു ദിവസം നമ്മൾ വീട്ടമ്മമാരൊന്ന് ജീവിച്ച് നോക്കിയേ. ഒരുപാട് കാലം മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ച് നമ്മളെ തന്നെ മറന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് വേണ്ടി ജീവിക്കാം. നല്ല ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി ആസ്വദിച്ച് കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് ഒരു ദിവസം നമ്മളായിട്ട് ജീവിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് എന്ത് രസമായി. എല്ലാ ഉമ്മമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എൻ്റെ ഉമ്മച്ചി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഞങ്ങൾ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഉമ്മച്ചിയാണ്. പക്ഷേ ഉമ്മച്ചിക്ക് എന്താണ് ഇഷ്ടമെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ ഉമ്മയായി കഴിഞ്ഞ് ബിസി ആയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഉമ്മച്ചീനെ ഓർക്കാറുണ്ട്. നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച നമ്മുടെ ഉമ്മമാർ. അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഞാനൊന്ന്. പക്ഷെ എൻ്റെ മക്കൾ എന്നോട് പറയും, ഉമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കേണ്ട, ഉമ്മച്ചിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. കുറേ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ബിസിയായി പല വഴിക്കും പോകുമ്പോൾ നഷ്ടബോധം തോന്നാൻ പാടില്ല. അങ്ങനെ ഞാൻ ഈ ഒരു പ്രായത്തിൽ എൻ്റെ ചെറിയ ചെറിയ ഹോബികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞാനല്ലാതായി മാറിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് കഴിവുകൾ എൻ്റെ ഒരുപാട് ഹോബികൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഏറെ പറയുന്നു, ഇതിനിടയിൽ ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മാം നമുക്ക് നോട്ട്സൊക്കെ തരുമ്പോൾ അക്ഷരങ്ങൾ വരെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഞാനല്ലാതായി തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ ജീവിക്കണം. നമുക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് മാത്രമായിട്ടൊരു ഫുഡൊക്കെ ഉണ്ടാക്കി ആസ്വദിച്ച് യാത്രയൊക്കെ ചെയ്ത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ മതിയാവും. എന്നാലും നമുക്കൊരു സന്തോഷം കണ്ടെത്താനാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്നാണല്ലോ പഴമക്കാർ പറയുക. അതുകൊണ്ട് തന്നെ സ്വീറ്റ് പൊട്ടാറ്റോയും ചിക്കൻ വരട്ടിയതുമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നല്ലേ. അപ്പോൾ ഒട്ടും കുറച്ചില്ല, ഒരു കോഴിമുട്ട അങ്ങ് പിഴുങ്ങി കുറച്ച് പഴവും വട്ടി അടിപൊളിയായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.